ഹായ് ഡിയേഴ്സ്, ആദ്യമായിട്ട് സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് വരുന്നില്ലല്ലോ എന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴുണ്ട് ഡെലിവറി ബോയ് വേറെ എങ്ങാണ്ട് പോയി നിന്നിട്ട് വിളിക്കുകയാണ്, മാം ഞാൻ വന്നു. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകലെ ആയിട്ടുള്ള ഒരു റോഡിൽ ചെന്നിട്ട് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാണ്. നമ്മൾ സൊമാറ്റോയിലെ ദേവി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. വെള്ളയാണിയിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ റേറ്റ് 157 കാണിച്ചു. പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന ചാർജും കൂടെ ചേർത്ത് 175 ആയി. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് നമ്മൾ കൊടുത്ത റേറ്റിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം നൈറ്റ് ആയപ്പോഴത്തേക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ജൂലൈ 29 നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് മൈൻഡ് അത്ര ഓക്കെ അല്ലാത്ത കൊണ്ട് ഞാൻ കുറച്ച് റിലാക്സേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വോയിസ് പിന്നെ ഒരു ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. ബട്ട് ഞാൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ നിന്നും. അതുകൊണ്ടാണ്, കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ഞാൻ മറന്നുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത്ര ഓക്കെ അല്ലാഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഓക്കെ ആകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആകും. അപ്പോൾ ബാക്ക് ടു മൈ ടോപ്പിക്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനും ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനും എൻ്റെ ചേട്ടനും കൂടെ പോയിട്ടാണ് ഇവിടെ കരമനുള്ള മുത്തി ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങിക്കൊണ്ട് വന്നത്. കോമഡി എന്താ വെച്ചാൽ എൻ്റെ പേര് മുത്തു എന്നാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ചിരിച്ചു എന്ന് ചേട്ടൻ പറഞ്ഞു. ആൻഡ് അത് എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നില്ല, കാരണം എനിക്ക് മുത്തു എന്ന പേരിനെ കാട്ടി പാറു എനിക്കൊരു പേരുണ്ട്. ആ പേരിനോടാണ് ഭയങ്കര താല്പര്യം. പക്ഷേ മിക്കവരും മുത്തു എന്നാണ് വിളിക്കാറ്. ഓക്കെ എനിവേ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാനും ഭാര്യയും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ കേക്ക് കട്ടിങ് സെറമണി എല്ലാം കഴിഞ്ഞു, കേക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റുകൾ കാണിച്ചു തരാം. എനിക്ക് കേക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ ചേട്ടനാണ്. ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിരുന്ന സമയത്ത് ഇട്ടിരുന്ന ടീഷർട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത അമ്മയാണ്. അച്ഛൻ വന്നപ്പോൾ ലഡു വാങ്ങിക്കൊണ്ട് വന്നു. ചേച്ചിയുടെ ഗിഫ്റ്റാണ് ഈ കാണുന്ന ടീഷർട്ടും ഡയറി മിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ഫുഡ് വാങ്ങിച്ച സൊമാറ്റോയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച അതേ കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത് സൊമാറ്റോയിൽ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓർഡർ ചെയ്തതാണ്. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് മൈൻഡ് റിലാക്സ് അല്ല, അല്ലെങ്കിൽ ഞാൻ മൂഡ് ഓഫ് ടൈമിൽ എനിക്ക് ഒന്നെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൊമാറ്റോയിൽ 100-ന് അകത്ത് റേറ്റ് വരുന്ന ഫുഡ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫുഡ് തന്നു. അപ്പോൾ ഈ ഒരു എഗ് നൂഡിൽസാണ് കണ്ടത്. 109 കാണിച്ചത്. അപ്പോൾ ചേച്ചി പിന്നെ പറഞ്ഞു, 109 അല്ലേ, 9 രൂപയല്ലേ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഷെയർ ഇട്ട എമൗണ്ടിൽ നിന്ന് ഒരു 9 രൂപയിൽ കൂടുതൽ വരണുള്ളൂ, നമുക്ക് സെറ്റാക്കാമെന്ന്. ബട്ട് ഓർഡർ കൺഫേം വന്നപ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം ഫീ അത് എന്ന് പറഞ്ഞിട്ട് 157 എന്ന് കാണിച്ചു. അപ്പോൾ വീണ്ടും ലാഗായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉള്ള ക്യാഷ് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ വീട്ടിൽ ബാഗിലും സ്കൂളല്ലല്ലോ കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന ബാഗിലൊക്കെ ചില്ലറകൾ കാണും. പിന്നെ ചേച്ചിയും പുറത്തൊക്കെ കൊണ്ടുപോകുന്ന ബാഗിൽ ചില്ലറയൊക്കെ കാണും, അത്യാവശ്യം ചില്ലറയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നുള്ളി പറക്കി നമ്മൾ 2-ൻ്റെ 8 ചില്ലറയും, 2 രൂപയുടെ 8 ചില്ലറയും, 1 രൂപയുടെ 2 ചില്ലറയും, പിന്നെ ബാലൻസ് വന്നത് ഫുള്ളും 10-ൻ്റെ ചില്ലറയും, പിന്നെ ഒരു 20-ൻ്റെ ചില്ലറയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഡെലിവറി ബോയ്ക്ക് കൊടുത്തു. അപ്പോൾ അത് കൊടുത്തപ്പോഴത്തേക്കും അയാൾ നമ്മളോട് റൂഡായിട്ട് പെരുമാറി. അയാൾ പറയാ, ഇത് വാങ്ങാൻ പറ്റത്തില്ല, ഇതാണ് ഗൂഗിൾ പേ ചെയ്തത്. പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാൻ ക്യാഷ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കയ്യിലില്ല. അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അയാളുടെ മുന്നിൽ വെച്ച് ആ ക്യാഷ് എണ്ണിപ്പിച്ചു. അയാൾ ചെയ്യേണ്ട ജോലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഇൻസൾട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നേരിടേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതുകൂടെ പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു, കാരണം ഇത്രയും ഇൻസൾട്ടായിട്ടുള്ളൊരു മൊമെൻറ്റ് ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അയാൾ ക്യാഷ് തന്നാലേ, ഇത് ചില്ലറ പറ്റത്തില്ല, നോട്ടായിട്ട് തന്നാലേ ഞാൻ വാങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് റഷായിട്ട് നിൽക്കുകയാണ്. ഒരു ഡെലിവറി ബോയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വരേണ്ട ഒരു മാനേഴ്സ് അയാൾ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു ചില്ലറയായാലും നോട്ടായാലും സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ബാഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത്രയും ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഷർണി ചേച്ചിയുടെ MS ടോക്സ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഡെലിവറി ബോയ്സിൽ നിന്നും എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.